തെക്കൻ തിരുവിതാംകൂറിലെ പ്രത്യേകിച്ചും തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെയും പഴയ തിരുവിതാംകൂറിന്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയിലും കണ്ടുവരുന്ന ആചാരാനുഷ്ഠാനമായ തോറ്റംപാട്ട് ആരംഭിക്കുന്നത് കാപ്പുകെട്ടി കുടിയിരുത്തുക എന്ന ആചാരത്തോടു കൂടിയാണ്. കൊടുങ്ങല്ലൂർ കാവിൽ കുടിയിരിക്കുന്ന ശ്രീ ഭദ്രകാളി മാതാവിനെ തോറ്റം പാടി ക്ഷണിച്ചു വരുത്തി കാപ്പുകെട്ടൽ ചടങ്ങോടുകൂടിയാണ് ഈ ക്ഷേത്രങ്ങളിലെ ഉത്സവ അനുഷ്ഠാനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ആറ്റുകാൽ ദേവീക്ഷേത്രം ഇത്തരത്തിൽ തോറ്റം പാടി കാപ്പുകെട്ടി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന പ്രധാന ക്ഷേത്രമാണ്. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിന് മുൻപിലായി താൽക്കാലികമായി തയ്യാറാക്കുന്ന പച്ചപ്പന്തലിൽ ഇരുന്നുകൊണ്ടാണ് തോറ്റംപാട്ട് ആരംഭിക്കുന്നത്. 64 ശക്തിപീഠങ്ങളിലായി കുടിയിരിക്കുന്ന ഭഗവതിയെ ആണ് ആറ്റുകാൽ എന്ന മുടിപ്പുരയിലേക്ക് തോറ്റം പാട്ടുപാടി ക്ഷണിച്ചു വരുത്തുന്നത്. ഈ പച്ചപ്പന്തലിൽ ഇരുന്ന് തോറ്റുന്ന തോറ്റംപാട്ടും ഭക്തരുടെ വായ്ക്കുരുവിയും ദേവീസ്തുതികളും താളവും വായുമാർഗം കൊടുങ്ങല്ലൂർ എന്ന മുടിപ്പുരയിൽ എത്തുന്നു. അവിടെ പള്ളിയറയുടെ ഉള്ളിൽ മുടിപ്പുരയിൽ ചതുര ബലിപീഠത്തിന് പുറത്ത് വടക്ക് ദിശ നോക്കി കുടിയിരിക്കുന്ന ശ്രീ ഭദ്രകാളി മാതാവ് ഇത് കേൾക്കുകയും തനിക്ക് ആറ്റുകാൽ എന്ന മുടിപ്പുരയിലേക്ക് പോകാൻ സമയമായി എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ശേഷം മുടിപ്പുര വിട്ടിറങ്ങുന്ന ദേവി പള്ളിയറ പൂട്ടുകയും പള്ളിയറയ്ക്ക് കാവലായി സാക്ഷാൽ വീരഭദ്രനെ നിർത്തുകയും ചെയ്യുന്നു. തന്റെ വാഹനമായ വേതാളത്തെ വിളിച്ച് കാളികളെയും കൂളികളെയും മറ്റ് സഹചാരികളെയും കൂട്ടി ആറ്റുകാൽ എന്ന മുടിപ്പുരയിലേക്ക് എഴുന്നള്ളുന്നു. എഴുന്നള്ളി വരുമ്പോൾ നാന്തകം എന്ന പള്ളിവാളും തൃശൂലവും കയ്യിലേന്തുന്നു. കാലുകളിൽ അച്ഛനായ ശ്രീ പരമേശ്വരൻ സമ്മാനിച്ച നാഗപണം എന്ന കാൽച്ചിലമ്പും അണിയുന്നു. അങ്ങനെ വേതാള ചുമലേറി ആകാശമാർഗം ആറ്റുകാൽ എത്തുന്ന ദേവി വേതാളത്തെയും കാളികളെയും കൂളികളെയും മറ്റു കൂടെ വന്നവരെയും അവരവർക്ക് പറഞ്ഞിരിക്കുന്ന ദിക്കുകളിൽ കുടിയിരുത്തുന്നു. പച്ചപ്പന്തലും തോറ്റവും കണ്ട് ദേവി ശ്രീകോവിലേക്ക് പ്രവേശിക്കുന്നു. ശേഷം ദേവി ശ്രീകോവിലിൽ ഗണപതിയെ കുടിവെക്കുന്നു. പലതരം നേദ്യങ്ങൾ കൊടുത്ത് ഉണ്ണിഗണപതിക്ക് പൂജ ചെയ്ത ശേഷം ശ്രീകോവിലിൽ ശംഖും മണിത്തറ തൻപുറത്ത് ചതുര ബലിപീഠത്തിന് മുകളിൽ പൊൻകിണ്ടി കമഴ്ത്തി വെച്ച് അതിനു പുറത്ത് വടക്കോട്ട് ദർശനമായി കുടിയിരിക്കുന്നു. ഈയൊരു ഭാഗം തോറ്റംപാട്ടുകാർ പച്ചപ്പന്തലിൽ ഇരുന്ന് പാടിയ ശേഷമാണ് ശ്രീകോവിലിൽ ആറ്റുകാൽ അമ്മയുടെ പള്ളിവാളിൽ കാപ്പ് കെട്ടുന്നത്. ഇതോടുകൂടി ആറ്റുകാൽ അമ്മയുടെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് തുടക്കമാവുകയായി.